മഹത്വപ്പെടട്ടെ. ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്യ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി, വന്യ വൈദിക സഹോദരങ്ങളെ, MMVSന്റെ വിവിധ ശ്രേണിയിൽ നേതൃത്വം നൽകുവാൻ തക്കവണ്ണം ദൈവത്താൽ നിയോഗം ലഭിച്ചവർ, അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്ന വിശ്വാസ സമൂഹമേ, ആമുഖത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു നോമ്പ് കാലത്തിന്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. 13 നോമ്പ് പലപ്പോഴും പ്രാധാന്യത്തോടെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എങ്കിലും ആദിമ ക്രൈസ്തവ സഭയ്ക്കും അതിന്റെ പിന്തുടർച്ചയ്ക്കും അടിസ്ഥാന കല്ലുകൾ ഇട്ട സഭയുടെ നെടുംതൂണുകളാണ് 12 അപ്പോസ്തലന്മാരും പരിശുദ്ധനായ പൗലോസ്ലീഹായും. അവരുടെ സുവിശേഷവൽക്കരണമാണ് ഒരുപക്ഷെ ഇന്ന് തലയെടുപ്പോടെ ലോകമെമ്പാടും ഈ ക്രൈസ്തവ ചിന്തകൾ, ആശയങ്ങൾ, സ്നേഹത്തിന്റെ ദീപ്തമായ ഭാവങ്ങളൊക്കെ ലോകം പങ്കുവെക്കുവാനുള്ള കാരണം. അതോടൊപ്പം തന്നെ ഒരു പിതൃദിനം ജനിപ്പിച്ച പിതാക്കന്മാരെയും പിതാവിനെയും ഒപ്പം പിതൃതുല്യരായവരെയും നിശ്ചയമായും ഓർക്കുന്ന, പ്രത്യേകിച്ച് രക്തബന്ധത്തിലൂടെ നമുക്കൊരു പിതാവുണ്ട്, ആത്മീയ ബന്ധത്തിലൂടെ ഒരു സ്പിരിച്വൽ ഫാദർ ഉണ്ട്, വിശ്വാസത്തിൽ ഉൽപ്പാദിതമായ ഒരു ദൈവവുമുണ്ട്, ദൈവപിതാവ്. ഈ 3 മാനങ്ങളും നമ്മൾ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ ശ്രദ്ധേയമായി ചിന്തിക്കേണ്ടതുമായ ഒരാഴ്ച കൂടി കടന്നുപോയി. ഇന്ന് നമ്മളോടൊപ്പം ദൈവവചനം സംസാരിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് ബാംഗ്ലൂർ ഭദ്രാസനത്തിലെ അനുഗ്രഹീതനായ ഒരു വൈദികന്റെ ബസ്ക്യോമോ, അല്ലെങ്കിൽ നമ്മൾ കൊച്ചമ്മയെന്ന് വിളിക്കും, ബസ്ക്യോമോ അല്ലെങ്കിൽ ഉടമ്പടിക്കാരി, ബഹുമാനപ്പെട്ട നിതിൻ വി രാജൻ, ബാംഗ്ലൂരിൽ ക്രൈസ്റ്റ് കോളേജിനോട് ചേർന്നുള്ള ധർമാരാം വിദ്യാക്ഷേത്രത്തിൽ ഉപരിപഠനത്തിനായി പോകുന്ന സന്ദർഭത്തിൽ ജാലഹള്ളി സെന്റ് മേരീസ് വലിയ പള്ളി വെച്ചാണ് ഒരു ബാലനായി, അല്ലെങ്കിൽ ഈ ഒരു കൗമാരപ്രായക്കാരനായ നിതിൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അവരുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും അറിയാം. അന്നേ വൈദികനാകാനുള്ള എല്ലാ പവിത്രതയും അച്ഛൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളിൽ നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നു. മലയാള ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും കന്നഡ ഭാഷയും വളരെ ഭംഗിയായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്യും എന്നാണ് എൻ്റെ വിചാരം. കഴിഞ്ഞ ദിവസവും ഞാൻ അച്ഛനോട് സംസാരിച്ചിരുന്നു. അച്ഛൻ വിവാഹം കഴിച്ചത് ബോംബെ സ്വദേശിനിയും മാതാപിതാക്കൾ പത്തനാപുരം സ്വദേശികളുമായ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കൊച്ചമ്മയാണ്, ഷീന നിതിൻ കൊച്ചമ്മ. വിദ്യാഭ്യാസം, പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം MBA ഹ്യൂമൻ റിസോഴ്സിൽ കൃത്യമായി എടുത്ത് ജോലി ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൃത്യമായി നോക്കുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഒപ്പം ജോലിക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും സാധ്യതകളും കൊച്ചമ്മയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വചനം സംസാരിക്കുവാനും പഠിക്കുവാനും കൃത്യമായൊരു ആവേശം കൊച്ചമ്മയ്ക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നമുക്ക് കേൾക്കുവാൻ ദൈവം ഭാഗ്യം തരട്ടെ. പ്രാർത്ഥനാപൂർവം കൊച്ചമ്മയിലൂടെ ഇന്നത്തെ പ്രഭാത ചിന്തകൾ പങ്കുവെക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുവാനുള്ള ഇരിക്കേണ്ടുന്നത്, ഇന്ന് ദൈവം എന്താണ് കൊച്ചമ്മയിലൂടെ എന്നോട് സംസാരിക്കുന്നത്, അതിൽ ഞാൻ വിധേയപ്പെടുവാൻ കന്യക മറിയാമിനെ പോലെ ഞാൻ തയ്യാറാണോ? ഗബ്രിയേൽ മാലാഖ കന്യക മറിയാമ്മയുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ. അതായിരിക്കണം ഓരോ പ്രസംഗം കഴിയുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ദീപ്തമായ ചിന്ത. നമ്മുടെ യാചനകളും അപേക്ഷകളും സമർപ്പിക്കുന്നതിനേക്കാളും ഒരുപടി പ്രധാനപ്പെട്ടതാണ്, കർത്താവെ, അങ്ങയുടെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ നല്ലതൊക്കെ സംഭവിക്കട്ടെ. അത് കുറവുള്ളതാണെങ്കിലും രോഗത്തിന്റെ അവസ്ഥയാണെങ്കിലും സൗഭാഗ്യമാണെങ്കിലും അതിനെയൊക്കെ ഉൾക്കൊള്ളുവാനുള്ളൊരു നല്ല പവിത്രമായ മനസ്സെനിക്ക് ഉണ്ടാകണമേ. ഈ ചിന്തകളൊക്കെ പങ്കുവെക്കുവാൻ ഇന്നത്തെ ഇത് മുഖാന്തരമാകട്ടെ. ക്രമീകരിച്ച സാലി കൊച്ചമ്മയോടുള്ള പ്രത്യേകമായ സ്നേഹം അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട വന്യനായ നിതിൻ വി രാജൻ അച്ഛൻ്റെ കൊച്ചമ്മയായ ഷീന നിതിൻ കൊച്ചമ്മയെ വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ ഭദ്രാസന വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഒപ്പം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുകയാണ്.
മ്യൂട്ടാണോ? Thank you, Acha. With your permission, here I start. Glory be to the triune God, respected Tirmini, His Grace Dr. Thomas Mar Ivanius, Vice President Reverend Father Dr. Isaac Prakash Achan, General Secretary Ms. Sunu Joy, Auditor Ms. Lini Kochama, and Ms. Sali Kochama, the former General Secretary, Marthamariam Vanida Samajam, and all the current and former office bearers and all my dear ones who are present here. First of all, I take this opportunity to thank God Almighty for choosing me to share the word of God here today. Also, I would like to thank Sali Kochama, who had the confidence to give me this session today. മാസങ്ങൾക്ക് മുമ്പ് സാലി കൊച്ചമ്മ എന്നോട് ചോദിച്ചു, മോള് പ്രസംഗിക്കുമോ? അങ്ങനാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച അല്പസമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കാമോ? ഔട്ട് ഓഫ് എക്സൈറ്റ്മെന്റ് ഞാൻ യെസ് പറഞ്ഞു. പക്ഷെ പിന്നീട് വളരെയധികം ടെൻസ്ഡും വളരെ അധികം ഒരു നെർവസ്നെസ്സും ഫീൽ ചെയ്യുന്നു ഇപ്പോഴും. കാരണം ഐ ഹാവൻറ്റ് അഡ്രസ്ഡ് ദ ഏജ് ഗ്രൂപ്പ് വിച്ച് ആർ പ്രസന്റ് റൈറ്റ് നൗ. അപ്പം ഭയങ്കര ഒരു ടെൻഷനോട് കൂടി ഇവിടെ ഇരിക്കുന്നു. പക്ഷെ ഒരു സെക്കൻഡ് തോട്ട് എൻ്റെ മനസ്സിൽ വന്നത്, when you take the Bible, all the giants in the Bible, if you see, are with imperfections. നമ്മളെ തന്നെ ഒന്ന് ശരിയാക്കി എടുത്ത്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒന്ന് ശരിയാക്കി, അല്ലെങ്കിൽ നമ്മുടെ അറിവും ഞാനും ഒന്ന് പോളിഷ് ചെയ്ത് എടുത്ത് ഞാൻ പിന്നീട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ, നമ്മുടെ ബൈബിളിൽ ഏതൊരാളെ എടുത്തു നോക്കുമ്പം they were with imperfections. ഇംപെർഫെക്റ്റ് ആയുള്ള ആൾക്കാരെ ദൈവത്തിന് മതിയായിരുന്നു. Be it Abraham, be it Moses, be it Mary, be it Peter, whoever you take, they were with imperfections. പ്രായം ചെന്ന എബ്രാമിനെയാണ് ദൈവം ഫാദർ ഓഫ് ബിലീവർ ആക്കി മാറ്റിയത്. മോസസ്, പഠിച്ച നാവും വിക്കനുമായ മോസസിനെയാണ് ലീഡർ ഓഫ് ഇസ്രായേൽ ആക്കി സെലക്ട് ചെയ്തത്. ഞാൻ നിന്നെ അറിയുകയില്ല എന്ന് തള്ളി പറഞ്ഞ പീറ്ററിനെയാണ് ഫൗണ്ടേഷൻ ഓഫ് ദ ചേർച്ച് ബിൽഡ് ചെയ്യാൻ ഏൽപ്പിച്ചത്. പിന്നെ നമ്മുടെ മദർ മേരി, വെരി ഷൈ ആൻഡ് അൺഅസ്യൂംഡ് ആയിട്ട് ഒരു വുമൺ ആയിരുന്നു. ആ മാതാവിനെയാണ് ദൈവമാതാവിന്റെ സ്ഥാനത്തിലേക്ക് ഉയർത്തെടുപ്പിച്ചത്. അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് പോളിഷ് ചെയ്യാനും നമ്മളെ തന്നെ ഒന്ന് സ്കിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കാനും നമ്മൾ എപ്പോഴാ നമ്മളെ തന്നെ സമർപ്പിക്കുന്നത്? There has to be a day, there has to be a time. Today is that day and this is the time. So I'm very happy being here and equally very nervous. So keep me in your prayers as I speak. നമ്മളിവിടെ അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ സ്ലീഹ നോയമ്പിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത്, അല്ലെ? നമ്മളെല്ലാ അപ്പോസ്തലന്മാരെയും ഓർക്കുന്ന ദിവസങ്ങൾ. ഞാൻ എപ്പോഴും വണ്ടർ ചെയ്തിട്ടുണ്ട്, ഈ അപ്പോസ്തലന്മാരെ ജീസസ് ക്രൈസ്റ്റ് ആയിട്ട് യുണൈറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഫാക്ടർ എന്താണെന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് ഇറ്റ് ഇസ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഞാൻ എല്ലാം എൻ്റെ കാര്യങ്ങൾ ഇട്ടെറിഞ്ഞ് യേശുവിന്റെ പുറകെ പോയ എൻ്റെ കാര്യങ്ങൾ വിജയകരമാവും, അല്ലെങ്കിൽ ജീസസിനോട് കൂടെ ഞാൻ നടന്ന എല്ലാ കാര്യവും നല്ലതിനു വേണ്ടി മാത്രമാവുന്നുള്ള ഒരു വിശ്വാസം എല്ലാ അപ്പോസ്തലന്മാർക്കും ഉണ്ടായിരുന്നു. So the topic which I choose today to present here is limping of faith to leaping of faith. മുടന്തുന്ന വിശ്വാസത്തിൽ നിന്ന് കുതിക്കുന്ന വിശ്വാസത്തിലേക്ക്. And the respectful Bible portion for this is taken from St. Matthew chapter 9 verses 1 to 8. I would request if somebody can just read out this Bible portion for me. St. Matthew chapter 9 verses 1 to 8. Hello, St. Matthew chapter 9 verses 1 to 8. 1 to 8. This is Suja from San Antonio. അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്ന് സ്വന്തം പട്ടണത്തിൽ എത്തി. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ, ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ച്, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്,
എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോവുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. പുരുഷാരം അത് കണ്ടു ഭയപ്പെട്ട് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അനുഗമിച്ചു. ബാരിക്കുമോർ. Thank you so much for that. ഈ ഒരു ബൈബിൾ പോർഷൻ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. ഈ സെയിം ഒരു മിറാക്കിൾ നമ്മുടെ 3 സിനോപ്റ്റിക് ഗോസ്പലിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 1 to 12 ആൻഡ് സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 5 വേഴ്സസ് 17 to 26. ഈ 3 ഗോസ്പൽ എടുത്തു വെച്ച് നമ്മൾ പാരലലായിട്ട് വായിക്കുമ്പോഴാണ് അന്ന് അവിടെ നടന്ന സംഭവം നമുക്ക് ക്ലിയർ പിക്ചർ കിട്ടുന്നത്. കാരണം മാത്യു മാത്രം നമ്മൾ വായിക്കുമ്പം അതൊരു ഷോർട്ട് ലെസ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ മാർക്കും ലൂക്കും അത് കുറച്ചുകൂടി ഡ്രാമറ്റിക്കലി നമ്മളെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ ശരിക്കും എന്തുവാ നടന്നതെന്ന് നമുക്ക് വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ബൈബിൾ പോർഷൻ നമ്മൾ എല്ലാ വർഷവും വലിയ നോയമ്പിൽ 3-ാം ആഴ്ചയിൽ കേൾക്കുന്ന ഒരു ദൈവവചനമാണ്. ഈ ഒരു മിറാക്കിൾ നമ്മുടെ സൺഡേ സ്കൂൾ ഡേയ്സ് മുതൽ നമുക്ക് അറിയാം പാരലറ്റിക് മാനെ എങ്ങനെ സൗഖ്യപ്പെടുത്തി, അല്ലെങ്കിൽ ആ ഒരു മിറാക്കിൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അല്ലേ. അപ്പൊ ആ ഒരു മിറാക്കിൾ ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ആ ഒരു ബൈബിൾ പോർഷനിൽ നിന്ന് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ ഇന്ന് പറഞ്ഞോട്ടെ. ഫസ്റ്റ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്യൂ ക്യാരക്ടേഴ്സാണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റ് കപ്പർണം എന്ന ഭൂമിയിലേക്ക് വന്നപ്പം അവിടെ ഒരു വീട്ടിൽ വന്നപ്പം അവിടെ ജനങ്ങൾ ഒരുപാട് കൂടിയെത്തി എന്നാ പറയുന്നത്. ദെർ വാസ് എ ക്രൗഡ് അറൌണ്ട് ജീസസ്. ഇറ്റ് ഇസ് പോസിബിലിറ്റി ലൈക്ക് ജീസസ് ഇതിനു മുമ്പേയും കുറെ മിറാക്കിൾസ് നടത്തി. സിക്നസിന്റെ മുകളിലും നേച്ചറിന്റെ മുകളിലും അതോറിറ്റി കാണിച്ച് ജീസസ് ഇന്ന് ഇവിടെ എന്ത് ചെയ്യും എന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി ഒരു ക്രൗഡ് അവിടെ വന്നു. മറിച്ച് there were some Pharisees, some people who came to be a critic there. നമ്മുടെ ചുറ്റും ഇന്നും അങ്ങനെ തന്നെ അല്ലേ, നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാർ ചിലർ പോസിറ്റീവ് വൈബ്സ് ആയിട്ട് വരും, ചിലർ ഭയങ്കര നെഗറ്റീവ് വൈബ്സ് ആയിട്ട് വരും. ഇവിടെ വന്നിട്ട് ഈ യേശു എന്ന് പറയുന്ന ആൾ ഇവിടെ വന്നിട്ട് ഇന്ന് എന്തുവാ കാണിക്കാൻ പോകുന്നത്, നമുക്കൊന്ന് കാണാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ അവിടെ വന്ന് 2 സെറ്റ് ഓഫ് ക്രൗഡ്സ്. മൂന്നാമത്തത് അവിടെ ഉണ്ടായിരുന്നത് പാരലറ്റിക് മാൻ. വളരെ ഹെൽപ്ലെസ് ആയ ഒരു സിറ്റുവേഷൻ. പുള്ളിക്ക് വളരെ നാളായിട്ട് ബെഡ് റിഡൻ ആയിട്ട് ആർക്കും ഒരു പ്രയോജനം ഇല്ലാന്ന് തോന്നിയ ഒരു മനുഷ്യൻ ആ ഒരു ജീസസിന്റെ മുമ്പിൽ അവിടെ കിടക്കുമ്പം ആ ഒരു മനുഷ്യന്റെ ഒരു മാനസിക അവസ്ഥ. ലാസ്റ്റ്ലി 4 ഫ്രണ്ട്സ് എന്ന് ഞാൻ അവരെ വിശേഷിപ്പിക്കുന്നു. കാരണം ബൈബിളിൽ എവിടെയും 4 ഫ്രണ്ട്സ് എന്ന് പറയുന്നില്ല. നമ്മൾ മാത്യു, മാർക്ക്, ലൂക്ക് എവിടെയും എടുത്തു നോക്കുമ്പം അവിടെ 4 ഫ്രണ്ട്സ് എന്ന് ആരും പറയുന്നില്ല, അവിടെ 4 men എന്ന് പറയുന്നു. പക്ഷെ ഞാൻ അതിന് 4 ഫ്രണ്ട്സ് എന്ന് വിശേഷിപ്പിക്കാൻ 2 കാരണം. ഒന്ന്, ഈ ഒരു ബൈബിൾ പോർഷൻ നമ്മൾ മിക്കവാറും ഒരു ഫ്രണ്ട്ഷിപ്പിന് എക്സാമ്പിൾ കൊടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഈ പാരലറ്റിക് മാനിനെ ഹീൽ ചെയ്ത് ഈ ഒരു മിറാക്കിളിനെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സൺഡേ സ്കൂൾ ഡേയ്സിലും അല്ലാതെ നമ്മൾ പല പ്രസംഗങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. രണ്ടാമത്, ഈ ഒരു ഈ ഒരു 4 ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തു വെച്ച് നോക്കുമ്പം ഇങ്ങനെ ഒരു കാര്യം അവിടെ ചെയ്തിരിക്കുന്ന ഒരു ഫ്രണ്ടിനെ പറ്റത്തുള്ളൂ. ഈ 4 ഫ്രണ്ട്സിനുള്ള 3 സ്പെഷ്യാലിറ്റി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ 4 ഫ്രണ്ട്സിന് 3 സ്പെഷ്യാലിറ്റി ഞാൻ 3 C ആയിട്ട് പറഞ്ഞോട്ടെ. ഫസ്റ്റ്, കെയർ ആൻഡ് കൺസേൺ. ഈ 4 പേരും ഈ ഒരു പാരലൈറ്റിക് മനുഷ്യന് വേണ്ടി ഭയങ്കര കെയറിങ് ആയിരുന്നു, ഭയങ്കര കൺസേൺ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു യേശു ക്രിസ്തു വരുന്നുണ്ട്, പലതരം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, ഇവനെ കൊണ്ട് അവിടെ ചെന്നാൽ ഇവനും ചിലപ്പം ഒരു അത്ഭുതം ഇവന്റെ ലൈഫിലും സംഭവിച്ചാലോ, അതുകൊണ്ട് നമ്മൾ എഫേർട്ട് എടുത്ത് ഈ ഒരു കാര്യം നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു കെയറിങ് നേച്ചർ ഈ 4 കൂട്ടുകാർക്കും ഉണ്ടായിരുന്നു. സോ ഓൺലി ദേ ഡിഡ് their ബെസ്റ്റ് to bring this man in front of Jesus. അപ്പോൾ ഫസ്റ്റ് is care and concern. സെക്കൻഡ് is combined effort. ഈ 4 പേരിൽ ഒരാളെങ്കിലും മാറി നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പാരലൈറ്റിക് മനുഷ്യനെ ജീസസ് ക്രൈസ്റ്റിന് മുമ്പിൽ എത്തിക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പൊ അവരുടെ ഒരു കമ്പൈൻഡ് എഫേർട്ട് ആയിരുന്നു. 4 പേർക്കും ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു ഫോക്കസ് ആയിരുന്നു, ജീസസ് ക്രൈസ്റ്റിന് മുമ്പിൽ ഈ മനുഷ്യനെ നമുക്ക് എത്തിക്കണം. മൂന്നാമത്, കോർപ്പറേറ്റ് ഫെയ്ത്ത്.
അവരാരും പറഞ്ഞില്ല നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, ഞങ്ങള് ജീസസിനെ പോയി കണ്ടിട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയി വന്നാൽ മതി, നമുക്ക് എവിടെ ഇരുന്നാലും പ്രാർത്ഥിച്ചാൽ മതി. ഇല്ല, അവർ ഒരുമിച്ച് അവര് പോയപ്പം ഈ പാരലൈറ്റിക് മനുഷ്യനെ കൊണ്ടുപോയി ഒരുമിച്ചിരുന്ന് അവിടുത്തെ ജനങ്ങൾ അത്രയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സംഭവം നടക്കും എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അല്ലെ? നമുക്കൊക്കെ എല്ലാ കാര്യത്തിനും പല വിശ്വാസങ്ങൾ, എസ്പെഷ്യലി വെൻ യു ലീവ് ആസ് എ ക്രിസ്ത്യൻ, you believe that you know everything and you have the faith in you. നമ്മുടെയൊക്കെ ഫെയ്ത്ത് എത്രത്തോളം പ്യോറാ, എത്രത്തോളം മറ്റുള്ളവർക്ക് ഉള്ള കൺസേൺ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ 4 പേരുടെ ഫെയ്ത്ത് ഞാനൊരു 4 പാരാമീറ്റേഴ്സിൽ നോക്കാൻ താല്പര്യപ്പെടുന്നു. ഫസ്റ്റ്, അവരുടെ ഫെയ്ത്ത് വൈസ് ആയിരുന്നു. ഒരു വൈസ് ഫെയ്ത്തിൽ അവര് ജീവിച്ചേ. കാരണം ആ സമയത്ത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ടല്ല ഈ പാരലൈറ്റിക് മനുഷ്യനെ കൊണ്ടുപോയത്. നേരെ മറിച്ച് അവര് വിശ്വസിച്ചു ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ഓൺലി ഫിസിഷ്യൻ ഹൂ ക്യാൻ ഹീൽ ദിസ് പാരലൈറ്റിക് മാൻ. ആ ഒരു വിശ്വാസം അവരുടെ ഒരു വൈസ് വിശ്വാസമായിരുന്നു. സെക്കൻഡ്ലി, പേഴ്സിസ്റ്റന്റ് ഫെയ്ത്ത് ആയിരുന്നു അവർക്ക്. പേഴ്സിസ്റ്റന്റ് പറയാൻ കാരണം അവർക്ക് അന്ന് പല എക്സ്ക്യൂസസ് കൊടുത്തിട്ട് പിന്മാറായിരുന്നു. അവര് ആ വീട്ടിൽ ചെന്നപ്പം പാരലൈറ്റിക് മനുഷ്യൻ ആ ബെഡേ കിടക്കുമ്പം അവർക്ക് പറയായിരുന്നു, എടാ നീ ഒരു അവസ്ഥയിലല്ലയോ, സാരമില്ല, നീ ഇവിടെ ഇരുന്നോ, ഞങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരാം യേശുക്രിസ്തുവിനെ. നോ, ദേ ക്യാരിഡ് ദാറ്റ് മാൻ അലോങ് വിത്ത് ദം. They went to the place where Jesus was Christ there. അവിടെ ചെന്നപ്പോഴോ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണത്തില്ല ഇത്രയധികം ക്രൗഡ് അവിടെ കാണുമെന്ന്. അവർക്ക് ആ ക്രൗഡിലൂടെ അകത്തോട്ട് കയറി ചെല്ലാനോ ജീസസിനെ കാണാനോ പറ്റിയില്ല. അന്നേരം അവർക്ക് ആ ഡിസിഷൻ ഡ്രോപ്പ് ചെയ്യായിരുന്നു. പക്ഷേ they didn't do that. They tried out ways and they stretched themselves to focus on their goal. ആ ഗോൾ ആയിരുന്നു ജീസസിന് മുമ്പിൽ ഇവനെ എത്തിക്കുക എന്നുള്ളത്. സോ ദാറ്റ്സ് വൈ ഐ സേ അവരുടെ ഫെയ്ത്ത് പേഴ്സിസ്റ്റന്റ് ആയിരുന്നു. മൂന്നാമത്, അവരുടെ അൺഇന്റിമേറ്റഡ് ഫെയ്ത്ത് ആയിരുന്നു. അൺഇന്റിമേറ്റഡ് എന്ന് പറയുമ്പോൾ ഫിയർലെസ് ഫെയ്ത്ത് ആയിരുന്നു അവർക്ക് ആരെയും ഭയമില്ലായിരുന്നു. ഇവനെ കൊണ്ട് പോകുമ്പം നാട്ടുകാരെന്തോ പറയും, അല്ലെങ്കിൽ ആ വീട്ടുകാരെന്തോ പറയും, അല്ലെങ്കിൽ ഇവനെ കൊണ്ട് പോകുമ്പം എന്തൊക്കെ ആയിരിക്കും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നാളത്തെ കുറിച്ചുള്ള ചിന്ത ഒന്നുമില്ലായിരുന്നു. ആ റൂഫ് ടോപ്പ് തുറക്കുമ്പം അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് അവര് ആ മനുഷ്യനെ താഴോട്ട് ഇറക്കുമ്പം അവരൊന്നും ചിന്തിക്കുന്നില്ല. Only thing they are focusing is to get this man in front of Jesus. That is the only thing. Fearless. When they have faith, they don't have fear in their mind. Lastly, active faith. നമ്മൾ ഈ ബൈബിൾ പോർഷൻ വായിച്ചപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടു, ജീസസ് ക്രൈസ്റ്റ് സോ ദിയർ ഫെയ്ത്ത് ആൻഡ് ഹി വാസ് ഹീൽഡ്. അവിടെ ഒരു റിക്വസ്റ്റോ അവിടെ ഒരു ഒന്നും നടക്കുന്നില്ല. നമ്മൾ ഇതിനു മുമ്പേ ഉള്ള മിറാക്കിൾസ് ഒക്കെ കാണുമ്പം അവിടെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, യേശുവേ ദാവീദ് പുത്ര, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന്. ഇവിടെ പാരലൈറ്റിക് മാൻ ഒന്നും പറയുന്നില്ല, അവരുടെ ഫ്രണ്ട്സ് ഒന്നും പറയുന്നില്ല, ആ ക്രൗഡിൽ ആരും ഒന്നും പറയുന്നില്ല. ബട്ട് ദിയർ ആക്ഷൻ സ്പോക്ക് ഫോർ ദം. ദാറ്റ് ഈസ് കോൾഡ് ആക്റ്റീവ് ഫെയ്ത്ത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും വിശ്വാസം ഉണ്ടെന്ന് പറയുന്നു. ഈ 4 പാരാമീറ്റേഴ്സിൽ കൂടി നമ്മുടെ വിശ്വാസം ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ പല കാര്യങ്ങളിലും നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നെന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റും? എസ്പെഷ്യലി ഇൻ ടുഡേസ് വേൾഡ്, വെൻ ദ വേൾഡ് ഇസ് റണ്ണിങ് ആഫ്റ്റർ money, running after what all things, but only for ourselves. We do not consider somebody other than us. അല്ലെ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മിറാക്കിൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാ ഈ 4 കൂട്ടുകാരന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത്? I don't want to drag up more, but before I end, I just wanted to ask 3 few questions. ഒന്ന്, when was the last time you extended a helping hand to the needy without their request? എപ്പോഴാണ് ലാസ്റ്റ് നിങ്ങൾ ഒരാളെ സഹായിച്ചത് വിത്തൗട്ട് their റിക്വസ്റ്റ്? ഒരാൾ നമ്മളോട് എന്തെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവരെ സഹായിക്കാറുണ്ട്. ത്രൂ മോണിറ്ററി ബെനിഫിറ്റ്സ് ആവാം, അവരുടെ കൂടെ സംസാരിക്കുന്നതാവാം, എന്തുവാവാം. പക്ഷെ ഒരാൾ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്ന മുമ്പ് നമ്മൾ അങ്ങോട്ട് സഹായിച്ചത് എപ്പോഴാണ് ലാസ്റ്റ്? നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും എനിക്ക് വേണ്ടി അല്ല, ഞാനൊരു കാര്യം ചെയ്യുമ്പം എനിക്കൊരു ബെനിഫിറ്റ് ഇല്ലാതെ ഞാൻ ഒരാൾക്ക് വേണ്ടി എപ്പോഴാണ് ലാസ്റ്റ് ചെയ്തത്? രണ്ടാമത്തെ ചോദ്യം, ആർ യു റെഡി ടു ഹോൾഡ് കോർണർ ഓഫ് ദ ബെഡ്? ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പം അത് ലിറ്ററലി ഒരു ബെഡ് റിഡൻ ആയുള്ള
ആളുടെ ഒരു കോർണർ പിടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരാള് ഒരു സങ്കടത്തിലോ വിഷമത്തിലോ കിടക്കുമ്പോൾ ആ ഒരു ബേർഡനില് ഒരു കോർണർ പിടിക്കാൻ നമ്മൾ റെഡി ആണോ? ആ ഒരു ബേർഡനില് ഒരു ശതമാനം എന്ന് പറയുമ്പോൾ അതിൽ ഒരു 25% ആവുന്നുള്ളൂ. 4 കോർണേഴ്സിൽ ഒരു കോർണർ നമ്മൾ പിടിക്കാൻ റെഡി ആണെങ്കിൽ അതൊരു 25% ആവുന്നുള്ളൂ അവരുടെ ബേർഡനിൽ. അത്രയും പോലും നമുക്ക് ചെയ്യാനുള്ള മനസ്സ് ഉണ്ടോ? മൂന്നാമത്, നമ്മുടെ ഫെയ്ത്ത് എവിടെയുണ്ട്? നമ്മുടെ ഫെയ്ത്ത് വൈസാണോ? നമ്മുടെ ഫെയ്ത്ത് പെർസിസ്റ്റന്റ് ആണോ? നമ്മുടെ ഫെയ്ത്ത് അൺഇന്റിമേറ്റഡ്, അൺഫിയർഫുൾ ആണോ? അതോ നമ്മുടെ ഫെയ്ത്ത് ആക്റ്റീവ് ഫെയ്ത്ത് ആണോ എന്ന് നമുക്ക് ഈ പാരാമീറ്റേഴ്സിലോട് ഒന്ന് ചിന്തിക്കണം. ഇത് പറയുമ്പം പെട്ടെന്ന് ഓർത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. 2 സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ചോദിക്കുന്നു, ഇത്രയും ടെൻഷൻസും ഇത്രയും കാര്യങ്ങളും ഉള്ളപ്പം നീ എങ്ങനെയാണ് ഇത്രയും കാംനെസ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇത്രയും പ്രോബ്ലംസ് ലൈഫിലുണ്ടപ്പം ഹൗ ക്യാൻ യു സ്മൈൽ? ഹൗ ക്യാൻ യു ബി സോ ഹാപ്പി ആൻഡ് സോ കാം? ഐ തിങ്ക് യു ഹാവ് എ ഗ്രേറ്റ് ഫെയ്ത്ത്. ആർ യു എ വുമൻ വിത്ത് ഗ്രേറ്റ് ഫെയ്ത്ത്? അപ്പൊ ആ സ്ത്രീ ആൻസർ ചെയ്യുന്നു, നോ ഡിയർ, I am not the woman with great faith, but I am the woman with little faith in great God. I repeat, I am not the woman with a great faith, but I am the woman with little faith in great God. നമ്മളിൽ എത്ര പേർക്ക് ഇങ്ങനെ പറയാൻ പറ്റും? എന്റെ വിശ്വാസം അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ഞാൻ കാരണമാണ് ഈ ഒരു അത്ഭുതം എന്റെ ജീവിതത്തിൽ നടന്നത് നമ്മൾ ക്ലെയിം ചെയ്യും അല്ലേ? No, my dear, whenever you pray, whenever you ask, whenever you repent, the God above you is a great God. നമ്മൾ എപ്പോഴും നമ്മളെ ഹംബിൾ ചെയ്ത് നമ്മളെ തന്നെ താഴ്ത്തി നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് മുമ്പാകെ വെക്കുമ്പോൾ ഫുൾ ഫെയ്ത്ത്, ഫുൾ കോൺഫിഡൻസ് ആൻഡ് ഫുൾ ട്രസ്റ്റോടുകൂടി ആ ഗ്രേറ്റ് ഗോഡ് ഇസ് വിത്ത് അസ്. ഓൾവേസ് റിമെമ്പർ, ആ ഫെയ്ത്ത് അഫക്ട്സ് അതേഴ്സ്. നമ്മൾ ഈ പാരബിളിൽ കണ്ടതുപോലെ, ഈ ഒരു മിറാക്കിളിൽ നമ്മൾ കണ്ടതുപോലെ നമ്മുടെ ഫെയ്ത്ത് പലപ്പോഴും മറ്റുള്ളവരെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. We saw the faith of 4 men who took the paralytic man before Lord, affected many others around them. അവിടെ നിന്ന് പല ജനങ്ങൾ ഉണ്ടായിരുന്നു, പലരും അതിൽ അവർക്ക് എല്ലാവർക്കും ആ ഒരു അത്ഭുതം കണ്ട് അവരുടെ ലൈഫ് മാറി. That's the way it is. Our faith changes not only us, but the people with whom we come in contact. Some will glorify you like the crowd, but some will mock you like the Pharisees. But faith always makes a difference in this world. By saying this, I just wind up my sermon. Thank you so much for this time. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. സിനോപ്റ്റിക് ഗോസ്പലിൽ അല്ലെങ്കിൽ സമവീക്ഷണ സുവിശേഷത്തിൽ വളരെ ഭംഗിയായി ചിത്രീകരിച്ചിട്ടുള്ള ഒരു വേദഭാഗം നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ളതാണ്. ദ പാരബിൾ ഓഫ് ദ പാരലൈസ്ഡ്. ഈ വിഷയം നമ്മൾ ധാരാളം പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നോമ്പ് കാലത്തിൽ സെയിന്റ് മാർക്ക് ചാപ്റ്റർ 2 നോമ്പ് കാലത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ വായിച്ച് എല്ലാ വർഷവും കേൾക്കാറുണ്ട്. ധാരാളം കൺവെൻഷൻ പ്രസംഗത്തിലൂടെ ഇത് പരിചയപ്പെട്ട് കേൾക്കാനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട്. ഷീന നിതിൻ കൊച്ചമ്മ, she put a new approach for explaining this particular Bible topic for all of us. അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നു. കേവലം ഇതിനെക്കുറിച്ചുള്ള ഒരു ജോഗ്രഫിക്കൽ സ്റ്റഡിയോ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയോ അല്ലെങ്കിൽ എത്ര അത്ഭുതം നടത്തിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഒത്തിരി പഠനങ്ങൾ വേദപുസ്തകത്തെക്കുറിച്ച് നമുക്ക് നടത്താൻ സാധിക്കുമെങ്കിൽ, so what is the relationship between our simple life with that particular parable? That makes a unique approach by this കൊച്ചമ്മ. ഈ വേദഭാഗം വായിച്ചിട്ടില്ലാത്ത ആരും കാണത്തില്ല. പ്രസംഗിച്ചു കാണും, പ്രസംഗം പല പ്രാവശ്യം കേട്ട് പരിചയപ്പെട്ട് കാണും. കൊച്ചമ്മ പറയാൻ ശ്രമിച്ച ഒരു കാര്യം, പ്രത്യേകിച്ച് നമ്മളെയൊക്കെ ചിന്തിപ്പിക്കേണ്ടുന്നത്, അതിനകത്ത് ഉപയോഗിച്ച വാക്കുകളെക്കാൾ ഉപരി അതിനകത്ത് വാക്കിലൂടെ ഉപയോഗിച്ച ചില ആശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവസാനം ചോദിച്ച 3 ചോദ്യങ്ങൾ. ആർ വി എ ഹെൽപ്പിംഗ് ഹാൻഡ് വിത്തൗട്ട് എ റിക്വസ്റ്റ്? നമ്മൾ ചോദിച്ചാൽ പോലും അതിന് എക്സ്പ്ലനേഷൻ കണ്ടെത്തി അതിനെ നമ്മുടേതായ രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ ഇഷ്ടപ്പെടുന്നവർ.
കൊടുക്കുന്നവരെ അല്ലെങ്കിൽ ചെയ്യുന്നവരെ തടയുന്നവരാ, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ പിടിച്ച് അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നവരാ. ഒരു നല്ല മനസ്സിന്റെ ഉടമയ്ക്ക് മാത്രമേ ആരുടെയും നിർദ്ദേശമോ ആവശ്യമില്ലാതെ ഒരു നന്മ ചെയ്യുവാനായിട്ട്. യേശുക്രിസ്തു എന്തിനാണ് ഈ ലോകത്ത് വന്നതെന്ന് ചോദിച്ചാൽ വി ഹാവ് സോ മെനി പ്ലെന്റി ഓഫ് ആൻസേഴ്സ്. പക്ഷേ നാടുനീളെ നന്മ ചെയ്ത പോയ നാഥനാം യേശുവിനെ പോലെയാകണം. ഇങ്ങനൊരു പാട്ടുണ്ട്. യേശുവിനെ പോലെയാകണം, എനിക്ക് യേശുവിനെ പോലെയാകണം, നാടുനീളെ നന്മ ചെയ്ത് പോയ നാഥനാം യേശുവിനെ പോലെയാകണം. ഈ യേശുവിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ മുമ്പിൽ നിർത്തി പ്രാർത്ഥിക്കേണ്ടുന്നതും ആരാധിക്കേണ്ടുന്നതും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിഷ്ഠയായി മാറ്റേണ്ടുന്നതും. ആ കാര്യത്തിൽ നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ ഉപയോഗിക്കാറുണ്ട്? ആർ വി റെഡി ടു ബി എ ഹെൽപ്പിംഗ് ഹാൻഡ് വിത്തൗട്ട് എ റിക്വസ്റ്റ്? രണ്ട്, ആർ യു റെഡി ടു ഹോൾഡ് ദ കോർണർ ഓഫ് ദ ബെഡ്? നമ്മൾ പലപ്പോഴും പറയും, ഇത്രയും പേരുണ്ടല്ലോ, പ്രാർത്ഥനായോഗത്തിന് എന്താ വരാഞ്ഞെന്ന് ചോദിച്ചാൽ പറയുന്ന മറുപടിയാണ്, അച്ഛാ വീടിനകത്ത് ഒത്തിരി തിരക്കായിരിക്കും, അതുകൊണ്ട് ഞാൻ വന്നില്ല. എന്താ ഇന്നലെ പള്ളി വരാഞ്ഞത്? അച്ഛാ ഇന്നലെ പെന്തക്കോസ്തിയല്ലേ, ഭയങ്കര തിരക്കല്ലേ, ദീർഘദൂരമല്ലേ. ഇപ്പൊ നമുക്ക് പലപ്പോഴും നമ്മുടേതായ ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹമെങ്കിൽ ഈ മനുഷ്യര് അവരുടെ കുടുംബക്കാരായിട്ടൊന്നും ചിത്രീകരിക്കുന്നില്ല. കൊച്ചമ്മ തന്നെ കൊടുത്ത പേര് ദ ഫോർ ഗുഡ് ഫ്രണ്ട്സ് എന്നൊരു വാക്കാ കൊടുത്തത്. വേദപുസ്തകത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് സംജ്ഞയൊന്നും ഒരു ഡൗൺ ഫോം ഒന്നും കൊടുത്തിട്ടില്ല. 4 പേർ ചേർന്ന് കൊണ്ടുവന്നേ ഉള്ളൂ. ഈ 4 പേരെയും നമ്മളുടെ പ്രതിനിധികളായിട്ട് ചിത്രീകരിക്കാൻ പറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നമ്മൾ പേര് കൊണ്ട് ക്രിസ്ത്യാനി, ഇതിനകത്ത് എല്ലാ പേരും വായിച്ചാൽ എല്ലാവരെയും വീഡിയോ കാണാൻ പറ്റുന്നില്ലെങ്കിലും ഈ 93 പേരുടെയും പേരെഴുതി കാണിക്കുന്നുണ്ട് ഓൾമോസ്റ്റ്. ആ പേര് കൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിന്റെ പിൻഗാമികളാണെങ്കിൽ ഈ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതചര്യകളിൽ വരുന്നുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു സാധ്യത നമ്മൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് തടസ്സപ്പെടുത്തുന്നവരെയാണ്. അതിന്റെ ആവശ്യമുണ്ടോ? അച്ഛൻ അതിന്റെ ആവശ്യമുണ്ടോ? അച്ഛൻ എന്തിനാ അങ്ങനെ ചെയ്തേ? അച്ഛൻ എന്തിനാ ഇങ്ങനെ ചെയ്തേ? അപ്പം ഞാൻ പറയുന്നത്, ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയും കൊണ്ട് പ്രാർത്ഥിക്കണം, ദൈവമേ ഒരു നന്മ ആർക്കെങ്കിലും ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കണേ, അതിനൊരു സാഹചര്യം എൻ്റെ മുമ്പിൽ കൊണ്ടുവരണേ. അതിനൊരു നല്ല ചോദ്യമാണ് രണ്ടാമത് ചോദിച്ചത്. തേർഡ് വൺ, ആർ യു വൈസ് ഇൻ അവർ ഫെയ്ത്ത്? നമുക്കെല്ലാം ഭയങ്കര വിശ്വാസമാണ്. പള്ളിയിൽ നിന്ന് കുരിശൊക്കെ വരയ്ക്കുന്ന ഐസക്കച്ചനെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും പത്രോസ്ലിയായ്ക്ക് ശേഷം ഉണ്ടായ ഒരാളാണ് ഐസക്കച്ചൻ എന്ന് തോന്നും. പക്ഷേ ഈ വിശ്വാസം എൻ്റെ ഇന്നർ കോറിൽ ഉണ്ടാകുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ആവശ്യത്തിനനുസരിച്ച് പെരുമാറുമ്പോഴാണ്. ഒരുവൻ കൈ നീട്ടുമ്പോൾ അല്ലെങ്കിൽ അർഹിക്കപ്പെട്ട ഒരുവനെ നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ വിശക്കുന്നവനെ കാണുമ്പോൾ ആ വികാരം എന്നെപ്പോലെ അവനുമുണ്ടല്ലോ എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ, എനിക്കൊരു വസ്ത്രം കിട്ടുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി അത് പങ്കുവെക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ദാറ്റ് മേക്സ് ദ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ. അപ്പൊ ഈ 3 ചോദ്യം ആദ്യത്തെ ഭാഗം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അവസാനം നമ്മുടെ മുമ്പിൽ തന്നേക്കുന്ന 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെത്താം. അച്ഛാ ഞങ്ങളുടെ പള്ളിയിൽ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളുണ്ട് അച്ഛാ, പെട്ടെന്നൊരു ഉത്തരം കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചി ഇങ്ങനെയായിരുന്നു, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും, എല്ലാവരെയും കരുതും. നമ്മളൊക്കെ പറയുന്ന വല്യമ്മച്ചിയുടെ കഥ നീട്ടി പറയും. നമ്മുടെ അപ്പച്ചനാണ് കുരിശടിക്ക് പിന്നെ വസ്തു കൊടുത്തത്, ഞങ്ങളുടെ പുരയിടത്തിലാണ് പള്ളി നിൽക്കുന്നത്. ഇതൊക്കെ അപ്പച്ചന്റെ നന്മയാണ്. ആ നന്മയിൽ എത്ര പെർസെൻറ്റേജ് നമ്മൾ അടർത്തിയെടുത്തു, നമ്മുടെ ജീവിതത്തിലേക്ക് ക്ലിപ്തപ്പെടുത്തി, അവിടെയാണ് നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒരു നിക്ഷേപമായിട്ടത് മാറുന്നത്. അതുകൊണ്ട് ഒരു നല്ല ആശയം നമ്മൾ കേട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ജീവിതം തന്നെയാണ് ശിഷ്യന്മാരുടെ ജീവിതം. 12 ശിഷ്യന്മാരും പരിശുദ്ധനായ പൗലോസ്ലീഹായും കാഴ്ചവെക്കുന്നത് ഇതുപോലെ തന്നെയാണ്. കട്ടിലിന്റെ അറ്റത്ത് പിടിക്കാൻ അവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അവരെല്ലാ കെടുതികളും വെല്ലുവിളികളും വകവയ്ക്കാതെ സമൃദ്ധമായ ദൈവസ്നേഹം പങ്കുവെക്കുവാൻ യാത്രകൾ ചെയ്ത് സന്തുഷ്ടരായവരാ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്കും ഒരു പ്രേരണ. അമേരിക്കയിൽ വന്നു, ഈ അമേരിക്കയിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ 3 ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റണം. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ബാംഗ്ലൂരിൽ ഇരിക്കുന്ന കൊച്ചമ്മ അമേരിക്കയിൽ ഇരിക്കുന്നവർക്ക് ഇങ്ങനൊരു സന്ദേശം പറയാൻ ദൈവം ഒരവസരം ഒരുക്കിയത്. ഒരിക്കൽ കൂടി കൊച്ചമ്മയോടുള്ള പ്രത്യേകമായ സ്നേഹം ഈ ഭദ്രാസന മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും ഭദ്രാസനത്തിന്റെ ചുമതലക്കാർക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഔദ്യോഗികമായിട്ട് നന്ദി പുറകെ വരും. എങ്കിലും അച്ഛൻ ഈ ഒരു കർമ്മത്തിന് വേണ്ടി കൊച്ചമ്മയെ നല്ല ഇൻസ്പിറേഷൻ കൊടുത്തതിന്, എൻ്റെ ഒരു നല്ല സ്നേഹിതനാണ് നിതിൻ അച്ഛൻ.
ഞങ്ങളത് എപ്പോഴും കണ്ടാൽ തമ്മിൽ ഒരു ചിരിയുണ്ട് കുറച്ചു നേരം, പിന്നെ ചിരി കഴിഞ്ഞിട്ടേ വർത്താനം പറയും. നല്ല ഒരു അച്ഛനും കൊച്ചമ്മയുമായി നല്ല ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങൾക്ക് ദൈവം ഭാഗ്യം തരട്ടെ, കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചിന്തകൾ ഞങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായ അനുഭൂതിയും പങ്കുവച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ.